ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചെക്ക് വെദർ ദ എൻഡേഡ് നമ്പർ ഈസ് ആംസ്ട്രോങ് നമ്പർ ഓർ നോട്ട്. അപ്പോൾ ആദ്യം നമ്മളിന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുന്നു. 9 എന്ന് എൻ്റർ ചെയ്യുന്നു. 9 ഈസ് ആൻ ആംസ്ട്രോങ് നമ്പർ. വേറെ നമ്പർ 153 എൻ്റർ ചെയ്യുന്നു. 153 ഈസ് ആൻ ആംസ്ട്രോങ് നമ്പർ എന്ന് കിട്ടി. ഇനി നമുക്ക് വേറൊരു നമ്പർ എൻ്റർ ചെയ്യാം. നോക്കാം. 152 എൻ്റർ ചെയ്തു. 152 ഈസ് നോട്ട് ആൻ ആംസ്ട്രോങ് നമ്പർ. അപ്പോൾ നമുക്ക് ആംസ്ട്രോങ് നമ്പർ എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കാം. ഇത് കണ്ടോ, 9 എത്ര ഡിജിറ്റ് ഉണ്ട്? ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പം 9⁻1 = 9 ആണ്. ഇനി 153 എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്പർ 1 ആണ്. 1/3 ഇത് 1/3. അത് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് 5 ആണ്. അപ്പോൾ പ്ലസ് 5/3. അത് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് 3 ആണ്. അപ്പോൾ 3/3. അപ്പോൾ ഇതെല്ലാം കൂട്ടിയാൽ 1 + 5³ എത്രയാ? 125. 3³ 27. അപ്പോൾ ഇതെല്ലാം കൂട്ടി കഴിയുമ്പോൾ 153 കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 153 എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കും? 3 ഡിജിറ്റ്. അപ്പോൾ ആദ്യത്തേന് 1³ + 5³ + 3³ = ഈ നമ്പർ തന്നെയാണെങ്കിൽ അത് ആംസ്ട്രോങ് നമ്പർ ആയിരിക്കും. അനദർ എക്സാമ്പിൾ 8202. അപ്പോൾ ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ് ഉണ്ട്. അപ്പം ആദ്യം 8⁻4 ഇതുണ്ട്. 8⁻4 പ്ലസ് അടുത്തത് 2 ആണ്. 2⁻4 പ്ലസ് 0 ആണ്. 0⁻4 ഇതുണ്ട്. 0⁻4 അടുത്ത് 8⁻4. അതെല്ലാം കൂടെ നോക്കിയാൽ എന്താ? 8⁻4 ഇതാണ് നമ്പർ. 2⁻4 16 ആണ്. 0⁻4 ഇതാണ്. ദെൻ 8⁻4 ഇതാണ്. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതേ നമ്പർ തന്നെ കിട്ടും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ആംസ്ട്രോങ് നമ്പർ ആണെങ്കിൽ ആംസ്ട്രോങ് നമ്പർ 153 ആംസ്ട്രോങ് നമ്പർ ആകാനുള്ള കാരണം 153ൽ 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പം ഓരോന്നിൻ്റെയും അതിൻ്റെ ഡിജിറ്റ്സ് 3 ആണ്. അപ്പോൾ ഓരോന്നിനെയും അതിൻ്റെ പവറിലേക്ക് എക്സ്പോണൻറ്റ് ചെയ്യണം. എന്നിട്ട് സമ്മ് ചെയ്യുമ്പോൾ 153 തന്നെ കിട്ടണം. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രോഗ്രാം നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്യുന്നു. എൻ്റർ എ നമ്പർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 153 ആണെന്ന് വിചാരിക്കുക. ആ 153 ആണെന്ന് വിചാരിക്കുക. അപ്പം എന്ന് പറയുന്നത് 153 ആണ്. നമ്പെന്ന് പറയുന്നത് 153 ആണ്. എന്നിട്ട് അതിൽ അടുത്ത നമ്പർ നമ്മൾ ഈ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ നമ്പർ. ഇതിൻ്റെ നമ്പറിൽ എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കണം. 153ൽ 3 ഡിജിറ്റാണുള്ളത്. അപ്പോൾ ഇത് കാണാനായിട്ട് നമ്മൾ ഈ നമ്മിനെ സ്ട്രിങ് ആക്കി മാറ്റണം. അപ്പോൾ 153നെ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ 153 ആണ്. ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് ഓഫ് 153യുടെ ആണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ ഓർഡർ എത്രയായിരിക്കും? ഓർഡർ 3 ആയിരിക്കും. 153യുടെ ഓർഡർ 3 ആണ്. 3 ഡിജിറ്റാണുള്ളത്. അപ്പോൾ 3 കിട്ടി. ദെൻ അപ്പോൾ നമുക്ക് 3 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനീഷ്യലൈസ് ഒരു സം = 0 എന്ന് എടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഫൈൻഡ് ദ സം ഓഫ് ദ nth പവർ ഓഫ് ഈച്ച് ഡിജിറ്റ് ഇൻ ദ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1നെയും 5നെയും 3നെയും 3rd പവറിലേക്ക് എക്സ്പോണൻ്റ് ചെയ്യണം. എന്നിട്ട് സമ്മ് കാണണം. അപ്പോൾ നമ്മളിപ്പം അതിന് ചെയ്യുന്നതാണ് ഒരു ടെമ്പററി ആയിട്ടൊരു വേരിയബിൾ എടുക്കുന്നു. അത് നമ്മായിട്ട് തന്നെ എടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ടെമ്പ് എന്ന് പറയുന്നത് 153 ആണ്. നമ്മൾ 153 ആണ് നമ്പർ എടുത്തത്. വൈൽ ടെമ്പ് > 0. 153ൽ > 0 ആണ്. അപ്പോൾ ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ടെമ്പ് മോഡുലസ് ഡിവൈഡ് ബൈ 10. അപ്പോൾ 153നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ അത് എത്രയാ? 3 ആണ്. അപ്പോൾ 153ൻ്റെ ആദ്യം 3 കിട്ടി. 3 ആണ് കിട്ടുന്നത്. ഇപ്പോൾ സമ്മിൻ്റെ വാല്യൂ 0 ആണ്. 3 കിട്ടി. ഇനി സം = എന്താവും? 0 പ്ലസ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയാ? 3 ഡിജിറ്റ് ടു ദ പവർ ഓഫ് ഓർഡർ എത്രയാ? ഓർഡർ ഇപ്പോൾ 3 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇവിടെ കിട്ടുന്ന 3 ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. 3/3 അപ്പം 27 കിട്ടി. അപ്പോൾ 153ലെ അവസാനത്തെ 3യുടെ 3rd പവർ കിട്ടി. അത് 27. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ
ടെമ്പ് ഈക്വൽ ടു ടെമ്പ് ഫ്ലോർ ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ ടെമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയാണ് വാല്യൂ? ടെമ്പ് എന്ന് പറഞ്ഞാൽ 153 ആണ്. 153നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോഷ്യൻ്റ്. അപ്പോൾ റിമൈൻഡർ പോവും. അപ്പോൾ കോഷ്യൻ്റ് എത്രയാണ്? 15. 15. അപ്പോൾ 153ൽ 3 പോയി, 153ൽ 3 പോയി, പിന്നെ 15 ആണുള്ളത്. ഇപ്പോൾ ടെമ്പ് എന്ന് പറയുന്നത് 15 ആണ്. ഉടനെ വൈൽ ടെമ്പ് ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നോക്കും. അതെ, 15 ഗ്രേറ്റർ ദാൻ 0 ആണ്. ഉടനെ ഡിജിറ്റിന് എന്ത് ചെയ്യും? ഡിജിറ്റ് എന്ന് പറയുന്നത് ടെമ്പ് ഡിവൈഡ് ബൈ 10 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 15 ആണ്. 15 ആണ്. 15 ഡിവൈഡ് ബൈ 10, മോഡുലസ് ഡിവൈഡ് ബൈ 10. അപ്പോൾ എത്ര കിട്ടുക? 15നെ മോഡുലസ് ഡിവൈഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആണ്. 5 ആണ്. അപ്പം സം ഈക്വൽ ടു സം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് 27 ആണ്. സം പ്ലസ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴേതാണ്? 5 ടു ദ പവർ ഓഫ് ഓർഡർ 3 ആണ്. അപ്പോൾ 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 പ്ലസ് 27 എത്രയായി? 152 ആയി. ഇപ്പോൾ 152 ആയി. ദെൻ ടെമ്പ് ഈക്വൽ ടു, ഇപ്പോൾ ടെമ്പ് 15 ആണ്. ടെമ്പ് ഫ്ലോർ ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോഷ്യൻ്റ് അത് 1 ആണ്. അപ്പോൾ ഇപ്പോൾ 1 ആയി. ടെമ്പ് 1 ആയി. ടെമ്പ് ഗ്രേറ്റർ ദാൻ 0യിൽ കൂടുതലാണ്. അപ്പോൾ ഡിജിറ്റ് ഈക്വൽ ടു ടെമ്പ് ഫ്ലോർ മോഡുലസ് ഡിവൈഡ് ബൈ 10. അപ്പം 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ അതെത്രയാണ്? 1 ആണ്. ദെൻ സം ഈക്വൽ ടു, നേരത്തെ 152 ആണ് ഇവിടെ ഉള്ളത്. സം ഈക്വൽ ടു 152 പ്ലസ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ടു ദ പവർ ഓഫ് 3. അപ്പോൾ 1 തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 153. അപ്പോൾ സമ്മെന്ന് കിട്ടുന്നത് ഇപ്പോൾ 153 ആണ്. നമ്മുടെ നമ്പറും എന്താണെന്ന്? നമ്പറും നമ്മളെന്താണ്? 153 ആണ്. സമ്മും നമ്പറും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് ചെക്ക് ഇഫ് ദ സം ഈസ് ഈക്വൽ ടു ദ ഒറിജിനൽ നമ്പർ. ഇപ്പം എന്ന് പറയുന്നതും 153 ആണ്. നമുക്ക് സമ്മ് കിട്ടിയതും 153 ആണ്. അപ്പോൾ പ്രിൻ്റ് നം ഈസ് ആൻ ആംസ്ട്രോങ് നമ്പർ. അങ്ങനെ ഇത് രണ്ടും തുല്യമല്ലെങ്കിൽ പ്രിൻ്റ് നം ഈസ് നോട്ട് ആൻ ആംസ്ട്രോങ് നമ്പർ. ഇതാണ്. നമുക്കൊന്നും കൂടെ ഇതിൻ്റെ പ്രോഗ്രാം നോക്കണം. ഇതിൻ്റെ പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. നിങ്ങൾ നോക്കുക. ഇവിടെ നമ്മൾ ആദ്യം ഇതിൻ്റെ എന്താണ്? ആദ്യം ഇൻറ്റിജർ എൻട്രി ചെയ്യും. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കും. ആ സം എന്നുള്ള വേരിയബിളിലേക്ക് അതിൻ്റെ ആദ്യത്തെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്ന് നോക്കും. റിമൈൻഡർ 3 ആണ്. ആ 3യെ തേർഡ് പവറിലേക്ക് എടുക്കും. അപ്പോൾ 27 കിട്ടും. അത് കഴിഞ്ഞ് 153യിൽ നിന്നും 3 ഒഴിവാക്കി ബാക്കിയുള്ള 15 എടുക്കും. അപ്പം ടെമ്പ് 15 ആയി. അത് കഴിഞ്ഞ് 15ൻ്റെ നമുക്ക് എന്ത് ചെയ്യും? 15നെ മോഡുലസ് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് നോക്കും. അത് 5 ആയിരിക്കും. 5നെ എന്ത് ചെയ്യും? തേർഡ് പവറിലേക്ക് എടുക്കും. 5നെ തേർഡ് പവറിലേക്ക് എടുക്കുമ്പോൾ 125 ആയി. ആദ്യത്തെ 27ൻ്റെ കൂട്ടത്തിൽ 125 കൂട്ടും. അപ്പോൾ 152 ആകും. പിന്നെ 15നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഫ്ലോർ ഡിവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ് ഇൻറ്റിജർ പാർട്ട് അത് 1 ആണ്. 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം ഡിജിറ്റ് എന്ന് പറയുന്നത് മോഡുലസ് ഡിവൈഡ് ബൈ 10 ആണ്. അതിന് റിമൈൻഡറാണ്. 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡറാണ്. അത് 1 ആണ്. 1നെ തേർഡ് പവറിലേക്ക് എടുക്കും. അപ്പോൾ 1 തന്നെ. ആദ്യത്തെ സമ്മ് 152 പ്ലസ് 1 153. അപ്പോൾ സം എത്രയായി? സമ്മ് 153 ആയി. ആദ്യത്തെ നമ്പറും 153 ആണ്. അപ്പോൾ രണ്ടും തുല്യമാണ്. അതുകൊണ്ട് ആംസ്ട്രോങ് നമ്പർ. നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി 154 ആകുമ്പോൾ ഇത് രണ്ടും തുല്യമാവില്ല. ഇനി 154 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിനും തേർഡ് പവർ എടുത്തു കഴിഞ്ഞാൽ 154 അല്ല, വേറെ നമ്പറാണ് കിട്ടുക. നോക്കാം. നമുക്കിവിടെ നേരത്തെ നമ്മൾ നോക്കി. ഇതാ ഇവിടെ 8208 ഒരു ആംസ്ട്രോങ് നമ്പറാണ്. 8208 എൻ്റർ. 8208 ഈസ് ആൻ ആംസ്ട്രോങ് നമ്പർ. വേറെ നോക്കാം. 100 എൻ്റർ ചെയ്തു. 100 ഈസ് നോട്ട് ആൻ ആംസ്ട്രോങ് നമ്പർ. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക.